ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല പുളിപ്പുള്ള മാങ്ങയാണ്, ചെറിയൊരു മാങ്ങയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് കൂടി ചേർത്ത് ഇനി നമുക്കിതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു അരമുറി തേങ്ങ, അതായത് ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ, ഒരു പീസ് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തോരത്തിനൊക്കെ അരയ്ക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ കറിക്ക് തയ്യാറാക്കി എടുക്കുന്ന അരപ്പ് പോലെ ഒന്ന് കുറച്ച് വെള്ളം അധികം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഈ സമയം നമ്മൾ മാങ്ങ വേകാൻ വേണ്ടി വെച്ചതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോകാതെ ഇതുപോലെ 2-3 തിളപ്പ് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് വേഗം വെന്ത് കിട്ടും. ചെറിയ പീസുകളാണ് ആക്കിയിട്ടിരിക്കുന്നത്. ഈ സമയം നമ്മുടെ തേങ്ങ അരച്ച അരപ്പിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഈ ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നോക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ല